ആറന്മുളയിലേക്ക് പോകാം. നേരത്തെ അമൽ തേനമ്പറമ്പിൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നതനുസരിച്ച് പല മേഖലകളിലും ഇപ്പോഴും വെള്ളക്കെട്ട്, അത് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയുണ്ട്. പുഴയേത് പാടമേത് എന്നറിയാത്ത സ്ഥിതിഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. അമൽ, നിലവിലിപ്പോൾ അവിടെ നേരത്തെ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് ആളുകളൊക്കെ മാറുകയാണ്. അമൽ, ഈ വെള്ളക്കെട്ടിൽ നിന്നുള്ള ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതാണോ ദൃശ്യങ്ങളിൽ കാണുന്നത്? എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പുറത്തേക്ക് മാറുകയാണ്. ഇങ്ങനെ ബാറിലൊക്കെ വെച്ച് കെട്ടിയുള്ള ജങ്കാർ പോലെ ഒരു സംവിധാനം ഒരുക്കിയാണ് ഇവിടുന്ന് മാറുന്നത്. ഇത് ഈ ഇവിടുന്നുള്ള ആളുകളാ? ഈ ആളുകൾ ഇവിടുന്നുള്ള ആളുകളെ മാറ്റി ഇല്ല, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കോഴിപ്പാലത്തൊന്നും കൊണ്ടുവന്നു. എവിടേക്കാ മാറുന്നേ? ക്യാമ്പിലോട്ട് മാറും. വെള്ളം ഇറങ്ങി തുടങ്ങിയോ? വെള്ളം ഇറങ്ങുന്നുണ്ട്. കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടെ വന്നിറങ്ങി ഇവിടുന്ന് മാറുന്നത്. കോഴിപ്പാലത്തുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. ഇന്നലത്തെ അവസ്ഥയാണോ? വെള്ളം ഇറങ്ങി തുടങ്ങി? ഇറങ്ങിയ ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല രാത്രിയിൽ എന്താന്നുള്ളത്. നിങ്ങൾ ഇന്നലെ എന്താ മാറുന്നത്? ഇന്നലെ മറിയത് രാവിലെയാണ് കുറച്ച് വെള്ളം ഇവിടെ താഴത്തെ വീട്ടിലോട്ട് കയറിയത്. അപ്പൊ ഞങ്ങൾ ക്യാമ്പിലോട്ട് അങ്ങ് മാറാന്ന് വിചാരിക്കും. വീട്ടിൽ വെള്ളം കയറി പെരക്കാത്തെല്ലാം വെള്ളം. ഞങ്ങൾക്ക് രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി തിളപ്പിച്ച് കുടിക്കാൻ നിവർത്തിയില്ല. അതുപോലെ വെള്ളം നേരത്തെ ഇതിനു മുമ്പ് ഇങ്ങനെ കയറിയിട്ടുണ്ടോ? നേരത്തെ കയറിയിട്ടില്ല ഇങ്ങനെ വെള്ളം. വലിയ വെള്ളപ്പൊക്കത്തിന് 2018 കയറിയാ. പിന്നെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. വെള്ളം വേസ്റ്റ് വെള്ളവും നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? അവിടെ വെള്ളമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമാണ്. അവിടുത്തെ വീടുകളിൽ നിന്ന് ആളുകൾ മാറാൻ മിച്ചമുണ്ടോ? അവർ ക്യാമ്പിലൊക്കെ കയറി. നിങ്ങളിപ്പോ എവിടേക്ക് പോകും? ഞങ്ങൾ സ്കൂളിൽ പോകാന്ന് വിചാരിക്കുന്നു. ആറന്മുള സ്കൂളിൽ. അപ്പൊ ഇന്നലെ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇന്ന് അവിടുന്ന് വെള്ളം താഴുമായിരിക്കുമെന്നാ. വെള്ളം താഴുമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ എല്ലാം കെട്ടിപ്പറക്കി പോകണ്ടേ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ രാവിലെ ആയപ്പോഴത്തേന് അടുക്കളയ്ക്കകത്തെല്ലാം വെള്ളമാണ്. ഇത്രയും ഉദ്ദേശിച്ചില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്നത് തൊട്ട് പിന്നിലുള്ളത് ആറന്മുള ക്ഷേത്രമാണ്. ബാക്കി നമ്മൾ പോകുന്ന കോഴഞ്ചേരി അടക്കമുള്ള ആറന്മുളയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ പലയിടങ്ങളിലും വഴിയൊക്കെ തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നമെല്ലാം മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ വാഹന ഗതാഗതമെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പ്രദേശത്ത്, ഈ ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള ഈ ഒരു ഭാഗത്ത് മാത്രം ഇപ്പോഴും ഈ പ്രതിസന്ധി നിൽക്കുകയാണ്. ഇവിടുത്തെ കടകളൊക്കെ ഇന്നലെ വെള്ളം കയറിയ സ്ഥലമാണ്. ഇപ്പോൾ അവർ അതിന്റെ ക്ലീൻ ചെയ്യലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എടാ, വെള്ളത്തിൽ കളിക്കില്ല, അഴുക്ക് വെള്ളം. ചേട്ടാ, ഈ ഇന്നലെ ഇവിടെ കയറിയായിരുന്നില്ലല്ലോ? പിന്നെ ഇന്നലെ ഇതിനകത്തെല്ലാം വെള്ളം കയറിയിരുന്നു. നല്ലതാണ്. സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? സാധനങ്ങൾ ഞങ്ങൾ കുറച്ചൊക്കെ അപ്പുറത്തെ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ മുകളിലോട്ടൊക്കെ പൊക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. എത്രത്തോളം വെള്ളം കയറി? ഒരു ഇത് കണ്ടോ, അവിടം വരെ കയറിയായിരുന്നു. ഇത് നേരത്തെ കയറിയിട്ടുണ്ട്. 18 ഇത് ഫുൾ മുങ്ങിയതല്ലേ. ഇതിലേക്കൂടെ ഒക്കെ ബോട്ടും വള്ളവും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നതല്ലേ. ഞങ്ങൾ 8 ദിവസം അമ്പലത്തിലായിരുന്നു ആ വർഷം 18. ഇനിയിപ്പോ ഇവിടെ നമ്മൾ വന്ന വഴിയിൽ വേറെ ഒരിടത്തും ഇങ്ങനെ വെള്ളക്കെട്ട് കണ്ടില്ല. ഇത് ഇറങ്ങാൻ എന്ത് ഇത്ര താമസം? ഇതാണ് പമ്പാ നദി തൊട്ടപ്പുറത്താണ്. സത്രക്കട എന്ന് പറഞ്ഞ കടവ് ഇവിടാണ്. അവിടെ നിന്നാണ് പെട്ടെന്ന് വെള്ളം കയറുന്നത്. അപ്പൊ ഇത് എത്ര നേരം കൊണ്ട് ഇറങ്ങുന്ന പ്രതീക്ഷിക്കുന്നത്? റാന്നിയിലൊക്കെ മഴ നിന്നു. ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കൺസിസ്റ്റൻസിലി കൂടത്തേ ഉള്ളൂ. ഇതാണ് അവൻ്റെ വെള്ളം വാങ്ങിക്കണം. അവൻ ഇവിടുന്ന് എടുത്തോണ്ട് പോയ വെള്ളം അവന്റെ കയ്യിൽ വെച്ചേക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങാൻ. ക്യാമ്പിലേക്ക് മാറുമ്പോൾ വെള്ളം ഇനിയും ഉയരുമെന്നുള്ള ആശങ്ക. ഇന്ന് രാവിലെ വെള്ളം കൂടി എന്നുള്ളതാണ് നേരത്തെ അവിടെ സംസാരിച്ച ഒരു ചേച്ചി പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇനിയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ അവരെ മാറ്റേണ്ടുന്നൊരു ഘട്ടം ഇപ്പോഴും ആറന്മുളയിൽ നിലനിൽക്കുന്നു അല്ലേ? അതായത് ഇവിടെ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഈ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയെന്ന് പറയുന്നു. അവിടെ നിന്നും ഇന്നലെ മാറാൻ പറഞ്ഞതാണ്. അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞതാണ്. അവിടെയുള്ള ആളുകളൊക്കെ ഭൂരിഭാഗം ആളുകളും മാറിയിരുന്നു. പക്ഷേ എങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി നിന്ന കുറച്ച് ആളുകളുണ്ട്. വെള്ളം വരില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വരില്ല എന്നൊക്കെ പറഞ്ഞ് നിന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ റാന്നിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ വെള്ളം ഈ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ റാന്നിയിൽ ഒരടി വെള്ളം കുറഞ്ഞാൽ അത് ഇവിടെ പൊങ്ങും എന്നുള്ളതാണ്. ആറന്മുളയിൽ അതാ 2 അടി പൊങ്ങും എന്നുള്ള പ്രശ്നമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെള്ളം കയറി. അപ്പോൾ ചില വീടുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് മാറേണ്ടി വന്നു. ഇപ്പോഴെന്തായാലും ഇവിടെ ഈ വെള്ളമുണ്ട് എങ്കിലും ആളുകൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധി എന്ന് പറയാനില്ല. ചേച്ചി, ഇന്നലെ ഇത് കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു? ഗേറ്റ് വരെ നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഗേറ്റ് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നലെ ഇറങ്ങിയല്ലേ? ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ വെള്ളം കൂടുന്നുണ്ട്. അതെനിക്കൊന്ന് കണ്ടത്തിലേക്ക് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാകാം, കൂടുന്നുണ്ട്. റാന്നിന്ന് ഒഴുകി വരുന്ന വെള്ളമായിരിക്കും അത്. ആയിരിക്കും. എത്ര സമയം കൊണ്ട് തീരുന്ന പ്രതീക്ഷിക്കുന്നു? ഇന്നിപ്പോ രാവിലെ തൊട്ട് വലിയ മഴയൊന്നും ഇല്ല.
ഇല്ല, നമുക്കറിയില്ല എന്താകും എന്നുള്ളത്. കാരണം അപ്പുറത്തെ സൈഡിൽ വെള്ളം കൂടുന്നത് കൊണ്ട് എങ്ങനെയാകും എന്നറിയില്ല. നിങ്ങളോടൊക്കെ മാറാൻ പറഞ്ഞായിരുന്നു? മാറാന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെ ഒരു അറിയിപ്പൊക്കെ അല്ലാതെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2018 പ്രളയത്തിന് ഇതിൽ കൂടുതൽ വെള്ളം കണ്ടതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, വെള്ളമാണ്. മാറാൻ പറഞ്ഞാൽ മാറണം. ഇനിയിപ്പം കൂടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലങ്ങ് ഇരിക്കാം. ഇപ്പൊ ഇന്ന് രാവിലെ വലിയ പ്രശ്നമില്ല, പക്ഷെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലേ അവരൊക്കെ പറയുന്നത് കേൾക്കണം. അല്ലെങ്കിൽ വെള്ളത്തിന്റെ കാര്യം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അവരുടെ വീടിന്റെ മുൻഭാഗത്തൊക്കെ വെള്ളമാണ്. പക്ഷേ എങ്കിലും അങ്ങനെ ഇന്നലത്തേതുപോലെ ഒരു പ്രശ്നമില്ല. ഇന്നലെ അവരുടെ വീടിന്റെ ഗേറ്റിന്റെ ആ ഭാഗത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ റോഡിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പാദത്തിനൊപ്പം വെള്ളം എന്ന് പറയാൻ പരുവത്തിനുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴും ഫയർഫോഴ്സിന്റെ ബോട്ടിലേക്ക് അവിടെ നിന്നും ആളുകളെ മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടേക്ക് നമുക്ക് നടന്ന് പോകാൻ കഴിയില്ല. ഇവിടെ നേരത്തെ ഈ വാരിലൊക്കെ വെച്ച് കെട്ടിയ ഒരു സംവിധാനത്തിലാണ് നേരത്തെ കണ്ട ആളുകളെ, കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവിടേക്ക് കടന്നു പോകുന്നതിന് ചില പ്രയാസമുണ്ട്. നമുക്ക് വാഹനം അടക്കം കൊണ്ടുപോകാൻ പറ്റാത്ത പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതിലൊരു ഫയർഫോഴ്സിന്റെ ഒരു വള്ളം പോലെ വള്ളമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കടന്നു പോകുന്നുണ്ട്. അതിൽ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ ഒരു മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ ആറന്മുളയിലെ പ്രശ്നം ഉള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഈ സൈഡിലുള്ള ആ ഒരു പ്രദേശം മാത്രമാണ്. അവിടെ വെള്ളം നേരത്തെ പറഞ്ഞു പോയ ചേച്ചി ഇന്ന് രാവിലെ വരെ